ഡിയേഴ്സ്, വെൽക്കം ടു ദേവൂസ് വേൾഡ്. ദേവൂസ് വേൾഡിൽ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ. നമ്മൾ ഇന്ന് ചപ്പാത്തിക്കും അപ്പത്തിനും പറ്റിയ ഒരു അടിപൊളി സൂപ്പർ ഗ്രീൻ പീസ് മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തേങ്ങയൊന്നും ചേർക്കാത്ത ഒരു മസാലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഒരു 4-5 മണിക്കൂർ കുതിർത്ത ഗ്രീൻ പീസ് നമ്മൾക്ക് കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുക്കർ അടച്ചു വെച്ച് നമുക്കിത് വേവിക്കാം കേട്ടോ. ഇത് വെന്ത ശേഷം നമുക്ക് 1 സ്പൂൺ ഗ്രീൻ പീസ് എടുത്തിട്ട് അരച്ച് മാറ്റി വെക്കണം കേട്ടോ. ഇതെന്തിനാണെന്ന് പറയുന്നത്, നമ്മൾ തേങ്ങ ചേർക്കാത്തത് കൊണ്ട് ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ചട്ടി ചൂടായ ശേഷം അതിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള സ്പൈസസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കുക. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴറ്റി വന്ന ശേഷം നമുക്ക് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കനം കുറച്ച് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായി വഴറ്റി കൊടുക്കുക. സവാള മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വഴറ്റിയ ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല പൊടികളെല്ലാം ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറുതീയിൽ മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരച്ച് വെച്ച ഗ്രീൻ പീസിൻ്റെ പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങ ചേർക്കാത്ത കറി ആയതുകൊണ്ട് കറിക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി സെറ്റാക്കി അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് തിളച്ച ശേഷം ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇതിലേക്ക് നമുക്കിനി നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 6 മിനിറ്റ് തിളച്ച ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മളുടെ ഗ്രീൻ പീസ് മസാല റെഡി ആയിട്ടുണ്ട്. അവസാനം കുറച്ച് മല്ലിയില നമുക്ക് വിതറി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചോറിനും അപ്പത്തിനൊക്കെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. തേങ്ങയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഗ്രീൻ പീസ് മസാല ചോറിനും ചപ്പാത്തിക്കും ആപ്പത്തിനും പറ്റിയിട്ടുള്ള ഗ്രീൻ പീസ് മസാല റെഡി ആയിട്ടുണ്ട്.